ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ കാണാനില്ല ശാലിനി. കാണാനില്ലെന്നോ? ചായയും കുടിച്ച് വാതിക്കലിരുന്നാ എവിടേക്ക് ഇറങ്ങിപ്പോയിന്ന്. പഴയ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അമ്മയായിട്ട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഉദ്ദേശം എന്താന്ന് പറയണ? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊക്കെ ഞാൻ എന്തിനാ തന്നോട് പറയുന്നേ? നിനക്കെന്നെ അറിയാനിട്ടാ. എന്റെ പിന്നിലെ ആൾബലോ നീ ഊഹിക്കുന്നതിനപ്പുറം. നൂർജഹാന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയാ, ഇറച്ചിയിലും മണ്ണ് പറ്റിക്കാതെ ഒഴിഞ്ഞു പോവാൻ നോക്കടാ. ഭീഷണിയാണോ? ഭീഷണിയൊക്കെ പഴയ വാക്കലടാ, ഇനി ചെയ്ത. എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത്. പിന്നെ നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോരുത്. കണ്ട ഇനി ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത്. നിന്റെ ചിരിയെ എന്നെ അളന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിനക്ക് ശരിക്കും എന്നെ മനസ്സിലാവാനിട്ടാ. അവളെ നിയന്ത്രിക്കേണ്ട ആളാ തലതകർന്ന അവസ്ഥയിൽ അവിടെ കിടക്കുന്നത്. ഇനി അവളുടെ കാര്യങ്ങൾ നോക്കുന്നേ ഞാനും എന്റെ ഉമ്മച്ചിയാ. എന്നെ നീ വെറുതെ ക്രിമിനൽ ആക്കല്ലേ. അവൾക്ക് വേണ്ടി, അവൾ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കൊല നടത്താൻ ഞാൻ തയ്യാറാ. അതിനി മനസ്സിൽ കരുതി വേണം ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കാൻ. നീ പറയുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ, സമ്മതിച്ചു. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിങ്ങനെ നിന്നെ പോലെ വെറുതെ പറഞ്ഞു ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനൊരു ഭീരുവല്ല. ഈ വഴിയിൽ ഗ്ലാസ് വെച്ചിട്ട് ഇനി അത് പൊട്ടും. അച്ഛാ, അച്ഛാ, പൊന്നി, ഇതുകൊണ്ട് തികയും തോന്നില്ല. കുറച്ചുകൂടെ മാവ് മിക്സ് ചെയ്യണേ. അമ്മേ. എന്താണ് വിഷ്ണു? അമ്മോ, വിശ്രമില്ലാത്ത ജോലിയിലാണല്ലോ. ഉണ്ണിയപ്പ. എടാ, നിനക്ക് ചായ എടുക്കണോ? ഞാൻ ചായ അച്ഛനെ ചായ കൊടുത്തിരുന്നാ? അച്ഛന് ചായയും കൊടുത്ത് വാതിക്കലിരുത്തിയിട്ട് ദേ ഇത് ഉണ്ടാക്കുന്ന നേരമായിട്ടുള്ളൂ. ഇനിയിപ്പോ നിന്റെ അച്ഛൻ വൈകിട്ടത്തെ ചായ കുടിച്ചാ മതി. അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചായ കൊടുക്കാറുണ്ട്. അച്ഛൻ ചായ പുറത്തിരിപ്പുണ്ടല്ലോ. അപ്പൊ കുടിച്ചിട്ടുണ്ടാവില്ല. പഴയ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചായ കൊണ്ട് കൊടുത്തത്. അത് ബഹളം ഒന്ന് നിർത്താൻ വേണ്ടി കൊണ്ട് കൊടുത്തതാ. അല്ല മാം, അവിടെ പാതി കുടിച്ച ചായ മാത്രമേ ഉള്ളല്ലോ. പിന്നെ ഇതെവിടെ പോയി? എന്നോടാണോ ചോദിക്കണേ? ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നില്ല അച്ഛനെ ശ്രദ്ധിക്കണമെന്ന്. അമ്മ, അച്ഛന്റെ രോഗാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പോ ഇത് എവിടെ പോയി പറഞ്ഞ് തിരക്കാനാ? എടാ, പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് പോയി നോക്ക്. അല്ലാതെ ഇപ്പൊ എവിടെ പോവാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ണിയപ്പുണ്ടായിക്കോ. അച്ഛൻ ആരും നോക്കണ്ട. അച്ഛാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛാ, പൊന്നി തന്നു നോക്കേ. അച്ഛാ, അച്ഛാ, രാഘവേട്ടാ, രാഘവേട്ടാ, അച്ഛാ, രാഘവേട്ടാ, ഇത് എവിടെ പോയതമ്മേ? രാഘവേട്ടാ, അച്ഛാ. സത്യമേ, അകത്തെവിടെ ഇല്ല. നീ അവിടെ ഒന്നുകൂടെ പോയി നോക്കിയേ. എന്നാൽ ഈ മനുഷ്യൻ എങ്ങോട്ട് പോയി? ചായ മുഴുവൻ കുടിച്ചില്ലല്ലോ. അമ്മ വല്ല വഴക്കും പറഞ്ഞിരുന്നോ? എടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആ പഴയ വീട്ടിൽ പോണെന്നും പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ചപ്പോ ഞാൻ പോകരുതെന്ന് പറഞ്ഞു. അതിനെന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. എടാ, ഇനിയിപ്പോ നമ്മുടെ പഴയ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? എനിക്കൊന്നും അറിയില്ല എവിടേക്കാണ് എന്തിനാ പോയിരിക്കുന്നതെന്ന്. അമ്മ, അച്ഛന്റെ ഓർമ്മക്കുറവ് രോഗാവസ്ഥ അറിയുന്ന അമ്മയ്ക്ക് അച്ഛനൊന്ന് ശ്രദ്ധിച്ചെന്താ? എടാ, ഞാൻ ഇവിടുന്ന് ഓട്ടം പോകാതെ അച്ഛനെ നോക്കിയിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? ഇനി ഇത് എവിടെ പോയിട്ടാ നോക്കുക? എനിക്കൊന്നും അറിയില്ല. ഇല്ല സത്യമേ, അകത്തെങ്ങും ഇല്ല. പിന്നെ ഇത് എവിടെ പോയതാ? നീ ആരെ വിളിക്കുന്നത്? ശാലിനി.
വിഷ്ണുട്ടാ. അച്ഛനെ കാണാനില്ല ശാലിനി. ഏ കാണാനില്ലെന്നോ? ചായയും കുടിച്ച് വാതിക്കലിരുന്നാ എവിടേക്ക് ഇറങ്ങിപ്പോയിന്ന്. ഈശ്വരാ. പഴയ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അമ്മയായിട്ട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടോന്നാവോ? വിഷ്ണുട്ടൻ ടെൻഷൻ ആവണ്ട, ചിലപ്പോ അതാവാനേ സാധ്യതയുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് അച്ഛൻ എങ്ങനെ പോകുന്നൊരു സംശയമുണ്ട്. എന്തായാലും വിഷ്ണുട്ടൻ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. ഞാനേ പഴയ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ അവനെ സാധ്യത. എടാ എന്തൊക്കെ കഷ്ടപ്പാടുകളാ ദൈവമേ. സുഖമില്ലാത്ത ആളാ, ഒരാപത്തും വരുത്തല്ലേ. ആ അനൂപോ, എന്താടാ അവിടെ തന്നെ നിന്നേ? കേറി വാ. അത് ശരി, ഇപ്പൊ പണിയൊക്കെ ഒറ്റയ്ക്കാണോ എടുക്കുന്നത്? ആ വന്ന് വന്ന് ഞാൻ ഒറ്റയ്ക്കായി. ഒരാള് സഹായത്തിനുണ്ട്. തിരക്ക് കുറഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് അവളങ്ങ് പോയി. ഇനി അത്യാവശ്യം അവളുടെ വീട്ടിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് വരും. ആ. ആ നീ ഇരിക്കടാ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട. അത് ഞാനൊരു കാര്യം പറയാനായിട്ടാ വന്നേ. നീ ഇരിക്ക, ഇരുന്ന് സംസാരിക്കാലോ. ഉം. എന്താടാ, എന്താ പ്രശ്നം? അത് പിന്നെ അതിപ്പോ എങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങാ? നിന്റെ വരവും ഇരിപ്പും ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി. എന്താടാ, വല്ല കല്യാണ കാര്യമാണോ? കണ്ടില്ലേ, സസ്പെൻസ് അങ്ങ് പൊളിച്ചു. എടാ, വിവാഹപ്രായമായ ആൺകുട്ടികള് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുമ്പോഴേ ഒരു സംശയവും വേണ്ട, കല്യാണക്കാര്യം തന്നെയാ. ഏതാ പെണ്ണ്? നമ്മുടെ കൂട്ടരാ? അതന്നെ വിഷയം. ആ അന്ന് ഞാൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയില്ലേ, അതന്നെ ആള്, നൂർജഹാൻ. എടാ അനൂപേ, അത് ദേ ശാരദമ്മ മുടക്കൊന്നും പറയരുത്. എന്നെ മനസ്സിലാക്കുന്ന ആളെന്ന നിലയ്ക്കാ ശാരദമ്മോട് വന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതെന്തുകൊണ്ടാ? എനിക്ക് ശാരദമ്മോട് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ അമ്മയെക്കാളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാ ശാരദാമ്മ. അത് മോനെ, ഇത് വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമാ. കൂട്ടിയോജിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പോയി. ഇനി പിരിയാൻ മാത്രം പറയരുത്, അതിന് കഴിയില്ല.